വയനാട് ജില്ലയിലെ ഏക നിയമസഭാ ജനറൽ സീറ്റാണ് കൽപ്പറ്റ. ഇടത് വലത് മുന്നണികൾക്ക് തുല്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം. കോൺഗ്രസിലെ ടി സിദ്ദിഖാണ് സിറ്റിംഗ് MLA. സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ UDF-ന് വേണ്ടി കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MLA-യുമായ ടി സിദ്ദിഖ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. LDF സാധ്യതകൾ പരിശോധിച്ചാൽ RJD ആണ് ഈ സീറ്റിൽ LDF-ന് വേണ്ടി മത്സരിച്ചു വരുന്നത്. ഇത്തവണയും RJD മത്സരിച്ചാൽ മുൻ കൽപ്പറ്റ MLA കൂടിയായ MV ശ്രേയാസ് കുമാർ LDF സ്ഥാനാർത്ഥിയാകും. RJD LDF വിടുന്ന സാഹചര്യം ഉണ്ടായാൽ സീറ്റ് CPM ഏറ്റെടുക്കും. അങ്ങനെ വന്നാൽ CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥിയാകും. കൽപ്പറ്റയിൽ വലിയ സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ് ഈ റഫീഖ്. K റഫീഖും ടി സിദ്ദിഖും ഏറ്റുമുട്ടിയാൽ സംസ്ഥാനത്തെ വാശിയേറിയ പോരാട്ടങ്ങളൊന്നായി കൽപ്പറ്റ മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് മണ്ഡലത്തിൽ ലീഡ്. എന്നാൽ കൽപ്പറ്റ മുനിസിപ്പൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് LDF-ന് വലിയ നേട്ടവുമാണ്. സ്ഥാനാർത്ഥികൾ ആര് തന്നെ ആയാലും കൽപ്പറ്റ മണ്ഡലത്തിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. പ്രവചനങ്ങൾ അസാധ്യമായ കൽപ്പറ്റയുടെ മത്സരഫലത്തിനായി നമുക്കും ആവേശത്തോടെ കാത്തിരിക്കാം.